അഭിമാനത്തോടെ കമ്മ്യൂണിസ്റ്റുകാരെന്നില്ല ഞാൻ പറയട്ടെ, ഈ രാജ്യത്തിനകത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമം ഉണ്ടായപ്പോ അവിടെ പ്രതിരോധം സൃഷ്ടിച്ചത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾ ചെറുതാണ്, പക്ഷേ ഞങ്ങളുടെ ആശയം കരുത്തുറ്റതാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ ശക്തി നിങ്ങൾ എണ്ണത്തിലാണ് കണക്കാക്കുന്നതെങ്കിൽ ഞങ്ങൾ ചെറുതാണ്, പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയം ഈ രാജ്യത്തെ വർഗീയവാദികൾക്കെതിരെ ശക്തമായ സമരം സ്വീകരിക്കുന്ന രാഷ്ട്രീയമാണ്. ഡൽഹിയിലെ തെരുവോരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, ചേരികളിലേക്ക് ബുൾഡോസറും പൊക്കിപ്പിടിച്ച് BJP ഭരണത്തിന്റെ തണലിൽ അധികാരി വർഗം പാഞ്ഞെടുത്തപ്പോ ഈ മതന്യൂനപക്ഷങ്ങളുടെ വീട് പൊളിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഒരു കൈ ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഉയർന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു സ്ത്രീയുടെ കൈയായിരുന്നു. ആ കൈ സോണിയാഗാന്ധിയുടെ കൈയായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ കണ്ണ് ഓർമ്മയുണ്ടോ? വയനാട് ഉപതെരഞ്ഞെടുപ്പ്, ഇന്ദിരാഗാന്ധിയുടെ കണ്ണ്, ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, ഇന്ദിരാഗാന്ധിയുടെ ചുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ചിരി, ഇന്ദിരാഗാന്ധി സാരി ഉടുക്കുന്നത് പോലെ സാരി ഉടുക്കുന്ന, ഇന്ദിരാഗാന്ധി മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടുന്നു എന്ന് കോൺഗ്രസ്സുകാർ പ്രസംഗിച്ച പ്രിയങ്ക ഗാന്ധിയുടെ കൈ ആയിരുന്നില്ല എൻ്റെ കോൺഗ്രസ്സുകാരാ, ലീഗുകാരാ ആ കൈ. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ പൊളിക്കാൻ ഈ രാജ്യത്തെ ബുൾഡോസർ ഉപയോഗപ്പെടുത്തി അധികാരവർഗം BJPയുടെ രൂപത്തിൽ അവതരിച്ചപ്പോ അവിടെ ഉയർന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ കൈയായിരുന്നടോ. ആ കമ്മ്യൂണിസ്റ്റുകാരിയുടെ പേര് സഖാവ് ബൃന്ദ കാരാട്ട്, CPMന്റെ മുൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ. ബിൽക്കിസ് ബാനുവിനെ ഉപദ്രവിച്ച, ബലാത്സംഗം ചെയ്ത ക്രൂരന്മാരെ, പീഡകന്മാരെ പുറത്തുവിടാൻ തീരുമാനിച്ചപ്പോ ആ പുറത്തുവിടാൻ തീരുമാനിച്ചവർക്കെതിരെ ബിൽക്കിസ് ബാനു കോടതിയിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ട് ആ പെൺകുട്ടിയുടെ കൈ പിടിച്ചു പോയത് മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നോ. ആ കമ്മ്യൂണിസ്റ്റുകാരിയുടെ പേര് സഖാവ് സുഭാഷിണി അലി, പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ ആയിരുന്നില്ല.